മക്കളെ കൊണ്ട് ജാസി നടക്കരുത്. എന്താ രാമേന്ദ്ര പ്രശ്നം? നാളെ ഇന്ന് എനിക്കായിരിക്കും പറ്റുക, നാളെ വേറൊരുത്തൻ ഈ കാര്യം പറ്റും. എനിക്ക് ഇന്നലെ എറണാകുളത്ത് ഇങ്ങോട്ട് വന്ന ഒരു അനുഭവം പറ്റി, ട്രെയിനിൽ വെച്ച് പറ്റിയതാണ്. നീ വന്ന കാര്യം നമ്മുടെ ജാസിയൊക്കെ അറിയായിരിക്കല്ലോ, വീഡിയോസ് ഇടുന്ന ജാസിയൊക്കെ അറിയായിരിക്കല്ലോ. അപ്പം അവന്റെ കൂടെ നടക്കുന്ന ഒരു ശിങ്കിടി ഉണ്ട്. നമ്മളെ പറഞ്ഞു വന്നതിനാ എനിക്ക് കറക്റ്റായിട്ട് അവനെ അറിയാം, എന്താണെന്ന് അങ്ങനെ വീഡിയോസ് ഇടുന്ന കണ്ടുണ്ട്, അങ്ങനെ അറിയാന്നുള്ള പരിചയമുണ്ട്. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. അപ്പം ഞാനും അവനും കൂടെ ഒരുമിച്ചാണ് ട്രെയിൻ കയറിയത്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? അപ്പൊ ട്രെയിൻ ഞങ്ങൾ എറണാകുളത്താണ് കയറിയത്. അപ്പം എന്റെ ഒരു ഇതില് ഇപ്പൊ വീഡിയോസ് ഇടുന്ന ഒരാളല്ല, അപ്പം എന്തായാലും നമ്മൾ ആരായാലും ചെന്ന് പരിചയപ്പെടും. അത് ന്യായം. അങ്ങനെ ഞാൻ ചെന്ന് പരിചയപ്പെടും, ഞാൻ വീഡിയോസ് പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം എറണാകുളത്ത് എത്തുന്ന കുഴപ്പമില്ല എന്ന് എറണാകുളത്ത് കഴിഞ്ഞ ട്രെയിൻ എറണാകുളത്ത് നിന്ന് എടുത്തപ്പം ഇപ്പൊ വേറെ സ്ഥലത്തൊക്കെ പിടിക്കാൻ തുടങ്ങി. ഞാൻ കാര്യം എടുത്ത് തട്ടി മാറ്റി, കൈക്ക് തട്ടി മാറ്റി അപ്പനെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇവൻ ഒത്തിരി നേരം കൊണ്ട് പിടുത്തവൻ ഇവിടേക്കൊക്കെ ഇരുന്ന് പിടിക്കുന്നുണ്ട്, ഞാൻ അപ്പനെ കൈക്ക് തട്ടി മാറ്റുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വാതിക്കൽ ഈ ട്രെയിൻ പോകുന്നതിന്റെ വാതിക്കലാണ് ഇരിക്കുന്നത്. അപ്പം ഈ കഥ കണ്ട് ആ വാതിക്കൽ ഇരിക്കും. അപ്പൊ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവൻ എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കാൻ അപ്പനെ നേരെ ട്രെയിനിൽ എടുത്തു വരെ ചാടി കഴിഞ്ഞാൽ നാളെ ഞാൻ കൊലക്കുറ്റത്തിന് അകത്ത് കൊണ്ട അവസ്ഥ വരും. അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. അങ്ങനത്തെ ഒരു സാധനം ഇത് അന്നയില്ലാത്ത ഞാൻ ആലപ്പുഴ എത്തിയപ്പോ നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. നല്ല രീതി പെരുമാറിയിട്ടുണ്ട്. അവന്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടോ, അത്രയും തല്ലുണ്ടായിരുന്നു. ചള്ളക്ക് കൊടുത്ത് അവിടെ ഇട്ട് ചവിട്ടി അരച്ചു കൊടുത്തിട്ടുണ്ട്. എത്രണ്ണം കൊടുത്തടാ? ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്. അത് പോരായിരുന്നു. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. അപ്പം ഓടുന്ന ഇരിക്കുന്ന ട്രെയിനിൽ ഒന്നും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നാളെ കുറ്റത്തെ അകത്താവത്തോണ്ടാണ് ഞാൻ മാനിയായിട്ട് അവിടെ അടിച്ചത്. അത് കലക്കി രോമാഞ്ചം കണ്ട അടിപൊളി. വീഡിയോസ് കാണുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ പോയി പരിചയപ്പെട്ടത്. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നൊക്കെ അറിയില്ല. പിന്നെ അവൻ എന്റെ ഒത്തിരി കാര്യങ്ങൾ ഓഫർ ചെയ്ത് ഐഫോണ് ഗൾഫിൽ എന്തോ ജോലി സെറ്റ് ആയി തരാൻ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് അന്തയിലത്തെ. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. സൂക്ഷിച്ചൊക്കെ ഇനി പോവാണ് ബോയ്സ് ആയാലും സൂക്ഷിച്ചൊക്കെ ഇവ ഈ താഴെയൊക്കെ കാണുവാണെങ്കിൽ അടുത്തോട്ട് പോയി ഫാനാണെന്നൊന്നും പറയില്ല, അതിലെ കയറിയൊക്കെ പിടിച്ചു കളയും. ഇപ്പഴും കൂടെ സാറേ നിങ്ങളെ പോലുള്ള മാന്യമാർക്ക് അടുക്കാൻ കൊള്ളൂല സാറേ, കച്ചറ പിള്ളേരാ. അലമ്പ് ഇത്രയും അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടു. ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി ഓ ഭാവസ്വാമി നൃത്തം ചെയ്യും ഭാവസ്വാമി, ഇത്രയേ ഉള്ളൂ ഭാവസ്വാമി, നൃത്തം ചെയ്യും ഭാവസ്വാമി.